ഹലോ ഫ്രണ്ട്സ്, നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് മന്തിയെക്കുറിച്ച് ഞാൻ ഇന്ന് പറയാം. ഇതിലേക്ക് വേണ്ടത് ഹൈദരാബാദിലുള്ള സ്പെഷ്യലായിട്ടുള്ള ഒരു ബിരിയാണി റൈസ്, കുറച്ച് മല്ലിയില, പെരുംജീരകം, പട്ട, ഗ്രാമ്പു, ഇഞ്ചി, വെളുത്തുള്ളിയും ചതച്ചത്, കുറച്ച് കുരുമുളക്, ഇതെല്ലാം എന്നിവയെല്ലാം വേണ്ടത്. ഇതിൽ നമ്മൾ ബീഫ് കഴുകി വെച്ചിട്ടുണ്ട്. 1/2 കിലോ ബീഫാണ് ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. കുറച്ച് സവാള ചെറുതായിട്ട് നമ്മൾ അരിയുക. എന്നിട്ട് നമ്മളൊരു കുക്കറിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയോ നെയ്യോ ചേർക്കാം. നെയ്യായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റിയായി വരുന്നത്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഐറ്റംസ് എല്ലാം അതിലേക്ക് ചേർക്കുക. ഒരു 3-4 പച്ചമുളക് ഇടുക. പിന്നെ നമ്മൾ ഈ പെരുംജീരകം, കുരുമുളക് എല്ലാം ചേർത്തിട്ട് നന്നായി ഇളക്കണം. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു കാശ്മീരി ചില്ലി 1 സ്പൂണ്, മഞ്ഞൾപ്പൊടി 1 സ്പൂണ്, മന്തി മസാല 1 സ്പൂണ് എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക. പിന്നെ സവാള ചേർത്ത് നന്നായി വഴറ്റുക. ഇതിലേക്ക് പിന്നെ നമ്മൾക്ക് കുറച്ചുകൂടി നെയ്യ് ചേർത്ത് ഒന്നുകൂടി ഇളക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് 2 സ്പൂണ് തൈര് ചേർക്കണം. പിന്നെ ആവശ്യമുള്ള ഉപ്പ്, ബീഫ് നമ്മൾ കഴുകി വെച്ച ബീഫ് ചേർത്ത് നന്നായി ഇളക്കുക. മസാലയെല്ലാം നന്നായി മിക്സായിട്ട് വരുന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില അരിഞ്ഞ് ചേർക്കുക. പിന്നെ നമ്മൾ ബിരിയാണി ലീഫ് ഇതിലേക്ക് ഇടാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കരുത്, നിങ്ങളുടെ ആവശ്യാനുസരണം ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് നമ്മൾ മാഗി ക്യൂബ് 1 പീസ് ഇട്ടിട്ടുണ്ട്. ബീഫ് ആവശ്യാനുസരണം നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി റൈസ് ശരിയാക്കാം. ഒരു പാത്രത്തിൽ വെള്ളം വെച്ചതിന് ശേഷം നമ്മൾ ഗ്രാമ്പു പട്ടയിട്ട് ബിരിയാണി റൈസ് റെഡിയാക്കി എടുക്കുക. ഇത് നമ്മൾ ചെറുനാരങ്ങ നീര് വേണമെങ്കിൽ റൈസിൽ ഒഴിക്കാം, അല്ലെങ്കിൽ നമ്മൾ ബീഫിലൂടെ ഒഴിക്കാം. നമ്മുടെ ഓപ്ഷൻ പ്രകാരം ചെയ്യാം. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചത് ബീഫ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഇതിലേക്ക് ഇടുക. എന്നിട്ട് നമ്മൾ ഇത് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം പിന്നെ തുറന്ന് നമുക്ക് സെർവ് ചെയ്യാം. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ബീഫ് മന്തിയാണ് ഇത്. നല്ല ടേസ്റ്റി ആയിരിക്കും.